എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ വീഡിയോ ഒന്നും എടുത്ത് എനിക്ക് നല്ല ശീലമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇനി ഉച്ചയ്ക്ക് ശേഷം ചെയ്യാൻ പോകുന്ന വർക്കാണ്. എൻ്റെ ഡ്യൂട്ടി കുക്കിംഗ് ആണെന്ന് ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് വൈകിട്ടത്തേക്കുള്ള പരിപാടിക്ക് ഞാൻ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇനി വൈകുന്നേരം ഞങ്ങൾക്ക് ചിക്കനും ചപ്പാത്തിയാണ്. ചപ്പാത്തി ഞാൻ പുറത്തുനിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ വയ്ക്കാനുള്ള സവാള പൊളിച്ച് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇനി അടുത്ത അതിലോട്ടുള്ള പരിപാടിക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റൊക്കെ വരികയാണെങ്കിൽ അങ്ങ് ക്ഷമിച്ച് കളയുക. ആരും എന്നെ കമൻ്റ് ഇട്ട് പൊങ്കാലൊന്നും ഇടാൻ വരരുത്. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. എനിക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ഇവിടെ ആരുമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും കുറവൊക്കെ കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ ചിക്കൻ കറി വയ്ക്കാനുള്ള ഉള്ളിയൊക്കെ അരിയാ. ഞാൻ കുക്കിങ്ങായിട്ടല്ല കാണിക്കുന്ന കേട്ടോ, ഞാൻ ഇന്ന് ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്. പിന്നെ എല്ലാവർക്കും ഈ 4 പേരൊക്കെ ഉള്ളവർക്ക് വരെ കുക്കിങ്ങൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അടുക്കളയിൽ കയറാൻ മടിയുള്ളവരുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ നേരെ തിരിച്ചാട്ടോ. ഞാൻ കുക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. എനിക്ക് കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയാണ്. പിന്നെ അടുക്കളയിൽ ജോലി ചെയ്യാനും എനിക്ക് മടിയുള്ള ഒരാളല്ല. ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് പുക്തി അടിച്ച് നടക്കാൻ മാത്രമാണ് എനിക്ക് മടിയുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ വീടും പരിസരം വൃത്തിയാക്കിയിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാനൊരു ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഫുഡ് രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു. രാവിലെ ഞാനൊരു 4-4:30 ആകുമ്പോൾ എണീക്കും. അപ്പോൾ രാവിലെ ഇഡ്ഡലിയോ സാമ്പാറോ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും 7 മണിയാകുമ്പോൾ റെഡിയാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് 10-26 വയസ്സായ കുട്ടികളാണ്. 22 വയസ്സ് തൊട്ടുള്ള പിള്ളേരാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. എല്ലാവരും ഇൻഫോ പാർക്ക് മറ്റുള്ള IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് റെഡിയാക്കി കൊടുക്കും. പിന്നെ എൻ്റെ ജോലി അത് കഴിഞ്ഞ് ക്ലീനിങ്, ബാക്കിയുള്ള റൂം ക്ലീനിങ്ങിന് ഞാൻ പോവാറില്ല. ബാക്കി എല്ലാ കിച്ചൺ വർക്കും ഞാൻ ചെയ്യും. ഒരു 11 മണിയാകുമ്പോൾ ഞാൻ എല്ലാ പരിപാടിയും കഴിച്ച് ഞാൻ പോയി കിടക്കും. വീണ്ടും ഞാനൊരു 12:30 ആകുമ്പം കയറും. 12:30 ആകുമ്പം കിച്ചണിൽ കയറുന്നത് എനിക്ക് 1 മണിയാകുമ്പം കുഞ്ഞുങ്ങൾ വീണ്ടും അവർ കഴിക്കാൻ വരും. ചോറ് കൊണ്ടുപോകാത്ത കുട്ടികളുണ്ട്, ചോറ് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ ഈ ചോറ് കൊണ്ടുപോകാത്തവർ കഴിക്കാൻ വരും. അവർക്ക് അപ്പോൾ വിളമ്പി കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ പച്ചക്കറി അരിഞ്ഞ് വയ്ക്കും, കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കും. അങ്ങനെയുള്ള എല്ലാ ജോലികളും ഞാൻ ആ കൂട്ടത്തിൽ അപ്പോഴങ്ങ് ചെയ്ത് തീർക്കും. വീണ്ടും ഞാനൊരു 3 മണിയാകുമ്പോൾ വീണ്ടും ഞാൻ റൂമിൽ പോയി കിടക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ പോയി കിടന്ന് പിന്നെ ഒരു 5-5:30-6 മണിയാകുമ്പോൾ വീണ്ടും കയറും. അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കഷ്ണങ്ങൾ എന്തെങ്കിലും വേവിച്ചിട്ടിട്ടായിരിക്കും ഞാൻ പോയി കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കറിയൊക്കെ വയ്ക്കും. വൈകുന്നേരം ചിലപ്പോൾ ഇന്ന് ചപ്പാത്തി വെളിയിൽ നിന്ന് എടുക്കും. പെറോട്ടയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബുധനാഴ്ച ദിവസം ചിക്കൻ്റെ കൂടെ ഞങ്ങൾ ചിക്കനും പെറോട്ടയോ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ചിക്കൻ നൂഡിൽസോ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ഇഷ്യൂ വന്നതുകൊണ്ട് നമുക്കത് മുതലാവുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ സെൻട്രൽ ജയിലിലെ ചപ്പാത്തിയാണ് എടുക്കുന്നത്. ഉള്ള കാര്യം തുറന്നു പറയുന്നതിന് എനിക്ക് മടിയൊന്നുള്ള ഒരാളല്ല. അല്ലാതെ ഞങ്ങൾക്ക് ചപ്പാത്തി എടുക്കാൻ മുതലാവുന്നില്ല. എന്നാലും കുട്ടികൾക്ക് ഞങ്ങൾ നല്ല ഫുഡാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല മാന്യമായിട്ടുള്ള ഫുഡാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇനി ഞാൻ പണിയിലോട്ട് കിടക്കാം. ഓക്കെ, ഞാനപ്പോൾ സവാള അരിയാനുള്ള പരിപാടിയിലാണ്. സവാള ഞാൻ അരിയാനുള്ള പാത്രമൊക്കെ ഇവിടെ നിന്ന് എടുത്ത് വെച്ചു. അപ്പോൾ ഇനി ആ പരിപാടിയിലോട്ട് നീങ്ങാം. സവാള ഞാൻ നേരത്തെ പൊളിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയി കിടന്നത്. അങ്ങനെ എല്ലാം അരിഞ്ഞ് ഫോൺ തറയിൽ വീണ് പോരാ.
ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയത്. ഇനിയിപ്പം കുഞ്ഞുങ്ങളെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ, വേറെ ഒന്നുമല്ല. ഞാൻ കുഞ്ഞുങ്ങളെന്നേ പറയുള്ളൂ. എനിക്ക് അവർ ഇപ്പോഴും കുഞ്ഞു മക്കളെ മാതിരിയാണ് കേട്ടോ. എനിക്കൊരു മകനുണ്ട്, ഞാനും അവരെ അതുപോലെയാണ് കാണുന്നത്. എല്ലാ മക്കളും എനിക്ക് ഒരുപോലെയെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അവരെ വലിയ കുട്ടികൾ എന്നൊന്നും ഞാൻ കാണാറില്ല. എനിക്കെല്ലാം കുഞ്ഞുങ്ങളെന്നേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ എന്നെ കളിയാക്കരുത്, 26 വയസ്സായ പിള്ളേരെയാണോ കുഞ്ഞുങ്ങളെന്ന് പറയുന്നതെന്ന് അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മളെ വീട്ടിലെ മക്കളെ എങ്ങനെയാണോ ഞാൻ നോക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കളെ ഞാൻ നോക്കുന്നത്. പിന്നെ എനിക്കൊരു ലൈവ് വീഡിയോ ഞാൻ ഇട്ട് നോക്കി, അതിൽ സെറ്റാവാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ലെന്ത് വീഡിയോ ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നത്. അല്ല വേറൊന്നും കൊണ്ടല്ല കേട്ടോ. പിന്നെ ഞാൻ സത്യസന്ധതയായിട്ടാണ് ഈ വർക്ക് ഞാൻ ചെയ്യുന്നത്. കാരണം കഥകൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ദൈവം എനിക്ക് കനിഞ്ഞ് തന്ന ഒരു തൊഴിലാണ് ഈ കുക്ക്. കാരണം എനിക്കിഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് ഒരു മടുപ്പില്ലാതെ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ഒരു മടുപ്പുമില്ല, കുക്കിംഗ് ചെയ്യാൻ എനിക്ക് ഒരു മടുപ്പുമില്ലാത്ത ഒരാളാണ് ഞാൻ. മടിയെന്ന് പറയുന്ന സംഭവമേ ഇല്ല. എന്നോട് കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ചേച്ചിക്ക് ഈ ഫീൽഡിൽ മടുപ്പ് വരുന്നില്ലേ എന്ന്. പക്ഷേ ഞാൻ ഒരു മടുപ്പുമില്ലാതെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഉള്ളിയൊക്കെ അരിയുന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിച്ചല്ലോ. ഫുള്ള് വീഡിയോ എടുക്കാനുള്ള ഇതില്ല. എനിക്ക് കുറച്ച് ഷോർട്ടായിട്ട് ഇടാനാണ്. കാരണം ഞാൻ ഈ സവാള ഇപ്പം തന്നെ 6 കഴിഞ്ഞു. പിന്നെ ഇത്രയും ഞാൻ വലിയൊരു ലെന്ത് വീഡിയോ എടുക്കാൻ കാരണം എനിക്കിത്തിരി ലെന്ത് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും ലെന്ത് വീഡിയോ എടുക്കില്ലായിരുന്നു. ഇതിപ്പോൾ എനിക്കൊരു 10 കിലോ ഇറച്ചി ചിക്കൻ വെക്കാനുണ്ട്. ഞാൻ കുക്കിംഗ് ചാനൽ ഇനിയിപ്പോൾ ഞാൻ തുടങ്ങാതില്ല. ശരിക്കും ഞാൻ എന്താ പറയാനെന്ന് ചോദിച്ചാൽ, ഞാനൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാൻ അതാണ് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. പക്ഷെ അതിലെനിക്ക് ക്ലിക്കായില്ല. എനിക്ക് ഫുഡ് വെച്ചത് ഇഷ്ടപ്പെടാന്നിട്ടല്ല കേട്ടോ. എന്തോ എനിക്കതങ്ങോട്ട് ശരിയായില്ല, വേറൊന്നും കൊണ്ടല്ല. തെറിവിളിയാക്കാൻ വയ്യാന്ന് കേട്ടോ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോവേ, അത് കണ്ടുപിടിക്കാൻ മാത്രം ഇരിക്കുന്ന ആളുകളുണ്ട്. കംപ്ലൈൻറ്റേ ചെറിയ കംപ്ലൈൻറ്റുകൾ കണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. അവർ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ നമ്മൾ ഇത്രയും ടയേർഡായിട്ട് പണിയെടുത്തിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ഒരു കുറ്റം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുക്കിംഗ് ചാനലൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ട്രോളിലോട്ടങ്ങ് തിരിഞ്ഞു. പക്ഷേ ഞാൻ അതിൽ ക്ലിക്കായി വന്നു. നല്ല വ്യൂസ് കിട്ടി, കുറേ സബ്സ്ക്രൈബർ കിട്ടി. പക്ഷേ എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. ഫ്രണ്ട്സുകളെ ഒന്നും ഞാൻ പരിചയപ്പെട്ടില്ല, ആരെയും ഞാൻ കണ്ടില്ല. ഒന്നിനും സമയമില്ല കേട്ടോ. എനിക്കിങ്ങനെ ലൈവൊന്നും ഇട്ടുകൊണ്ട് നിൽക്കാനോ ഇങ്ങനെ വീഡിയോ എടുക്കാനോ സമയമില്ല. ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്ന കുറച്ച് അവിടെ ചെന്ന് കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ എടുത്ത് ട്രോൾ ചെയ്ത് ഇടുന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ. ഇനി എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ജോലി ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ജോലിയിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഉള്ളി ഉണ്ടാക്കാൻ ഞാൻ ഒരുവിധം അരിഞ്ഞ് തീരാറായി. ഒരു 10 കിലോ ചിക്കൻ കറിയും വെച്ചിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വെണ്ടയ്ക്ക അരി. അപ്പോൾ ഇന്നത്തെ ജോലി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാം, എന്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന വർക്ക്, രാവിലെ ചെയ്യുന്ന വർക്ക് തൊട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ.